കലോത്സവ വേദിയിൽ ചെണ്ട തായമ്പക മത്സരത്തിനിടെ ആശങ്കയും ആത്മവിശ്വാസവും ചേർന്ന ഒരു നിമിഷം. സഹോദരിയുടെ പിന്തുണയോടെ വേദി കീഴടക്കി സമ്മാനം നേടിയ ഒരു വിദ്യാർത്ഥിയുടെ കഥയാണ് ഇനി. കലയുടെ മാനത്ത് ആശങ്കയുടെ മുഖങ്ങൾ, പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയെത്തുന്ന കുരുന്നുകളുടെ തിരക്കാണ് കലോത്സവ വേദിയിലാകെ. എന്നാൽ വേദി 15-ൽ വിടർന്നു നിൽക്കുന്ന താമരയിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ആശങ്കയുടെ ഒരു മുഖമായിരുന്നു. തായമ്പക മത്സരത്തിന് വേദിയിലെത്തിയ അനിയന് കൂട്ടായി വന്ന സഹോദരി ചെണ്ട കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴും വലിയ ആശങ്കയിലായിരുന്നു ഇരുവരും. കാരണം അന്വേഷിച്ച് അടുത്തെത്തിയപ്പോഴാണ് പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലായത്. മത്സരത്തിനായി വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടിയിരുന്ന സ്വന്തം ചെണ്ട മറന്നുപോയതിന്റെ ആശങ്കയായിരുന്നു ആ കണ്ണുകളിൽ. വേദിക്കരികിലിരുന്ന് പരസ്പരം നോക്കിയ അവർ മനസ്സ് പിടിച്ചു നിർത്താൻ തന്നെ പാടുപെടുന്നുണ്ടായിരുന്നു. സ്വന്തം ചെണ്ട എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും സമയമടുത്തതോടെ കൊണ്ടുവന്ന ചെണ്ടയിൽ മത്സരിക്കേണ്ടി വന്നു. വാക്കുകളില്ലാതെ തന്നെ അവൾ അവന്റെ കയ്യിൽ പിടിച്ച് ധൈര്യം പകർന്നു. ഒടുവിൽ മത്സരത്തിന് വിളിവന്ന നിമിഷം ചങ്കിടിപ്പോടെ അവൻ വേദിയിലേക്ക് കയറി. ആദ്യതാളം ചെണ്ടയോട് സംസാരിക്കുന്ന പോലെ. പിന്നെ മുറുകി. വേദി മുഴുവൻ മേളത്തിൽ അലിഞ്ഞു. മത്സരത്തിന് പിന്നിൽ മറ്റൊരു ബന്ധവും ഉണ്ടായിരുന്നു. സഹോദരിയുടെ ഭർത്താവാണ് അനന്തുവിന്റെ പരിശീലകനും മാർഗദർശകനും. ദീർഘകാല പരിശീലനത്തിലൂടെ ചെണ്ടയുടെ താളവും ലയവും പഠിപ്പിച്ച ഗുരു. സ്വന്തം ചെണ്ട ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും പരിശീലനത്തിലൂടെ നേടിയ ആത്മവിശ്വാസമാണ് അവനെ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ കഠിനാധ്വാനത്തിന്റെ ഫലം എന്താകുമെന്ന ആകാംക്ഷ അവനേക്കാൾ ചേച്ചിക്കായിരുന്നു. ഒടുവിൽ പ്രയത്നത്തിനും ആത്മവിശ്വാസത്തിനും ഫലം അവനെ തേടിയെത്തി. തായമ്പക മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ ടീമിനും എ ഗ്രേഡ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ശ്രുതി ശ്രീദിവ്യ, അമൃത ന്യൂസ്.